തലശ്ശേരി കോടതിയിൽ നാടകീയ രംഗങ്ങൾ. ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കസ്റ്റഡിയിലെടുത്ത ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചതിന് പിന്നാലെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു. കോടതി വളപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് റാമിനെ കസ്റ്റഡിയിലെടുത്തത്. തന്നെ തള്ളി മാറ്റിയാണ് റാമിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഭാര്യ ദിൽന ആരോപിച്ചു. അയാൾ ഒളിവിലായിരുന്നില്ലല്ലോ. ഹി വാസ് സീക്കിംഗ് ഫ്രം വൺ കോർട്ട് ടു അനദർ. ഡിസ്ട്രിക്ട് കോർട്ടിൽ ബെയിലിന് കൊടുത്തു, ഹൈക്കോർട്ടിൽ കൊടുത്തു, സുപ്രീം കോർട്ടിൽ കൊടുത്തു, പിന്നെ കോർട്ടിൽ അദ്ദേഹം വന്നു. ഈ നെവർ ഹിഡൻ ഹിംസെൽഫ്. ഒളിച്ചിരുന്നിട്ടേ ഇല്ല അദ്ദേഹം. ഈസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. ദേ കൻ കൺവിൻസ് ദ കോർട്ട് ലേറ്റർ വി ഹാവ് സോ ആൻഡ് സോ ഗ്രൗണ്ട്സ്. അതിന് മുമ്പ് പറ്റില്ല. ഇല്ലില്ല, യു ഹാവ് ടു ഗിവ് us നോട്ടീസ്. ദിസ് ഈസ് ആക്ച്വലി ഇൻ ലീഗൽ പാർലൻസ് ഇറ്റ് ഈസ് ദ അറസ്റ്റ് ഇസ് ടോട്ടലി ഇല്ലീഗൽ. അറസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ജാമ്യം വേണ്ടല്ലോ. ദർ ഇസ് നോ അറസ്റ്റ് അറ്റ് ഓൾ. പോലീസിന് അപ്പോൾ നിയമപരമായി ഇനി അറസ്റ്റിലേക്ക് അടക്കാൻ കഴിയുമോ? ദേ കൻ ട്രൈ. അപ്പോഴും ഈ ഗ്രൗണ്ട് എന്താണെന്ന് വ്യക്തമാക്കാം. സ്പെസിഫിക് ഗ്രൗണ്ട്സ് ആയിട്ട് സെറ്റ് ഇൻ ദ കോർട്ട്. അത് കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് കോർട്ടിനെ കൺവിൻസ് ചെയ്തില്ലെങ്കിൽ ദേ കൻ മൂവ് അഗൈൻ. ഭാര്യയുടെ പ്രതികരണം കൂടി കേൾക്കാം. ഇന്ന് കുടകിൽ വെച്ചായിരുന്നു ഒളിവിൽ കഴിഞ്ഞ റാമിനെ പിടികൂടിയത് പോലീസ്. അതിനിടെ മകന്റെ മരണത്തിൽ നടുക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് നിതിന്റെ അച്ഛൻ രാജന്റെ പ്രതികരണം. വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്കിലും 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. റൂമിൽ നടന്ന ഇൻസിഡന്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. ഒരു പ്രതി വന്നിട്ട് കാര്യമില്ല. മറ്റുള്ള എല്ലാ പ്രതികളും പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകനെ ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യൂല, ചാടി മരിച്ചുവെന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലും കൊട്ടിഘോഷിക്കുന്നു. ചാടി മരിച്ചല്ല, കൊന്നുകൊണ്ടിട്ടതാണ്. അവന് നീതി വേണം. നീതിക്ക് വേണ്ടിയാണ് ഈ പിതാവ്, കുടുംബം, സംഘടനകൾ എല്ലാവരും അലയുന്നത്. സി കെ വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സി കെ, കോടതി പരിസരത്തൊക്കെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഇപ്പോൾ ഡോക്ടർ റാം എവിടെയാണ്? ഇനി എന്ത് നടപടിയാണ്? ഡോക്ടർ റാമിനെ വിട്ടയക്കുമോ? പോലീസിന്റെ നടപടി അങ്ങേറ്റം സങ്കീർണമായി, പ്രശ്നങ്ങൾ ആയി. കാരണം നടപടികൾ ക്രമങ്ങൾ പാലിച്ചല്ല അറസ്റ്റ് എന്ന് കോടതി വിലയിരുത്തി. അതിന്റെ ഭാഗമായി ഡോക്ടർ എം കെ റാമിനെ കോടതി അറസ്റ്റ് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കോടതി വിട്ടയക്കുന്നു. കോടതി വിട്ടയച്ച അതേ എം കെ റാമിനെ അതേ കോടതി വളപ്പിൽ വെച്ച് തന്നെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റാമിനെ അധികം വൈകാതെ തന്നെ റാമിനെ വിട്ടയക്കേണ്ടി വരും പോലീസിന് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം കോടതി അറിയിച്ചത് വേണമെങ്കിൽ റാമിനെ ഇനിയും അറസ്റ്റ് ചെയ്യാം, പക്ഷേ റാമിന് നോട്ടീസ് കൊടുക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ പോലീസിന് കുറെ അധികം കാലം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഡോക്ടർ റാമിലേക്ക് എത്താൻ കഴിയുന്നത്. ഹൈക്കോടതികൾ അടക്കമുള്ള കോടതികളൊക്കെ വിമർശനം ഉന്നയിച്ചതിന് ശേഷം എന്ത് സാങ്കേതിക തടസ്സം അല്ലെങ്കിൽ എന്ത് നിയമമാണ് ലംഘിച്ചത് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ? സുപ്രീം കോടതിയുടെ ചില ഉത്തരവുകളുണ്ട്. പ്രത്യേകിച്ചും അടുത്തായി വന്ന ഉത്തരവുകൾ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം എന്നതാണ് നിയമം. അത് വളരെ വിശദമായി തന്നെ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ സാധാരണ രീതിയിൽ പോലീസ് ചെയ്യാറ് ഒരു ബ്രീഫ് കൊടുക്കുകയാണ്. ആ ബ്രീഫ് പോരാ, പകരം ഇന്ന കാരണങ്ങൾ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു എന്ന് വിശദമാക്കണം. പ്രത്യേകിച്ച് റാമിന്റെ കേസിലാണെങ്കിൽ ഇന്ന് അതായത് റാം കുട്ടികളെ പീഡിപ്പിച്ചു, ഈ പീഡനം നിതിൻ രാജിനെ പീഡിപ്പിച്ചു. ഈ പീഡനം കൊണ്ടാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത്. അത് മാത്രമല്ല ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു. അതിന്റെ തെളിവുകൾ, അതിന് ഉപോദ്വലകമായ മൊഴികൾ, വിശദാംശങ്ങൾ എല്ലാം അടങ്ങിയ വളരെ വിശദമായ ഒരു നോട്ട് റാമിന് നൽകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അറസ്റ്റ് ചെയ്തതായി അദ്ദേഹത്തെ രേഖപ്പെടുത്താൻ പാടുള്ളൂ. അത്തരത്തിലൊരു നിയമം ഇവിടെ പാലിച്ചില്ല, സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പാലിച്ചില്ല എന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. ആ വാദം ഇപ്പോൾ കോടതി ജഡ്ജി അംഗീകരിക്കുകയും റാമിനെ വിട്ടയക്കുകയും ചെയ്തു. പക്ഷെ വിട്ടയച്ചപ്പോൾ ഉടൻ തന്നെ പോലീസ് ചെയ്ത കാര്യം ആ കോടതി വളപ്പിൽ വെച്ച് തന്നെ വീണ്ടും റാമിനെ പിടികൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പക്ഷെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് അദ്ദേഹത്തിന് ഉടൻ തന്നെ നോട്ടീസ് നൽകി വിട്ടയക്കും എന്നാണ്, പിന്നീട് അറസ്റ്റ് ചെയ്യും എന്നർത്ഥം. ഒരുപക്ഷെ ഈ ഒരു നടപടിക്രമം പാലിക്കുന്നതിലുള്ള വീഴ്ചയാണ് റാമിന്റെ കാര്യത്തിൽ ഇപ്പോൾ പോലീസിന് വന്നിട്ടുള്ളത്. ഇതിന്റെ കുടുംബത്തിന് വലിയ ആരോപണങ്ങളും പരാതികളും ഉണ്ട്. പോലീസ് ഒത്തുകളിക്കുകയാണ്. കാരണം ഡോക്ടർ റാം മുൻകൂർ ജാമ്യാപേക്ഷകൾ ഒന്നിന് പിന്നാലെ ഒന്നായി തള്ളിപ്പോയിട്ടും പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നൊക്കെ ഡോക്ടർ നിതിന്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഇതിന്റെ കുടുംബം പറയുന്നുണ്ടായിരുന്നു, സഹോദരി പറയുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആരോപണങ്ങളും പരാതികളും ശരിവെക്കുന്ന രീതിയിലാണോ ഇന്നിപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ നടപടികളൊക്കെ സിക്കെ? ഇത് പോലീസിന്റെ ഒരു നോട്ടപ്പിശക് എന്ന് പറയാം, അല്ലെങ്കിൽ പോലീസിന്റെ ഒരു കൃത്യതയില്ലായ്മ, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സാങ്കേതികമായ വീഴ്ച എന്ന് പറയാം. കാരണം വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘം ഈ റാമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ലംഘിച്ചു എന്നുള്ളതാണ് വിഷയം. അത് ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എന്ത് കാരണങ്ങളാലാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തണം എന്നാണ് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ. ആ ഗൈഡ് ലൈൻ ഇവിടെ പാലിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല, ഇനി രണ്ടാമത് കോടതി വളപ്പിൽ വെച്ച് തന്നെ ഈ റാമിനെ പിടികൂടിയത് കോടതി അലക്ഷ്യ നടപടിയാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഉടൻ തന്നെ പ്രതിഭാഗം കോടതിയെ സമീപിക്കും, അല്ലെങ്കിൽ കോടതിയിൽ ഇത് സംബന്ധിച്ച പരാതി നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് സ്വാഭാവികമായും റാമിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഇപ്പോൾ കുഴങ്ങി പ്രതിസന്ധിയിലായി എന്ന് വേണം പറയാൻ. കാരണം നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ആ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിന്റെ പഴുതിലൂടെ MK റാം ഇപ്പോൾ ഈ രാവിലെ അറസ്റ്റ് ചെയ്ത റാം വൈകിട്ടോടുകൂടി പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് നോൺ ബെയിലബിൾ ഒഫൻസുകളായ ആത്മഹത്യാ പ്രേരണ, പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളെ അവർക്കെതിരെയുള്ള അട്രോസിറ്റീസ് തടയുന്നതിനുള്ള ആക്ട് അനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാലിക്കേണ്ട നിയമപരമായ നോട്ടപ്പിശകാണ് എന്നാണുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷെ അതുകൊണ്ട് ഡോക്ടർ റാം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്നൊരു പ്രശ്നമുണ്ട്. ഇനി വീണ്ടും അറസ്റ്റ് ചെയ്യുമോ? നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു, പക്ഷെ അപ്പോൾ നോട്ടീസ് നൽകേണ്ടതുണ്ട്. എന്തായാലും ഇത് ഒരു ഇല്ലീഗൽ അറസ്റ്റ് ആണ് എന്നുള്ളതാണ് റാമിന്റെ കുടുംബത്തിന്റെ ആരോപണം. ഭാര്യ ദിൽനയുടെ പ്രതികരണം കേൾക്കാം. പിന്നെ രണ്ടാളെ വലിച്ചു കൊണ്ടുപോവാ. റാം എവിടെ എവിടെ ചോദിച്ചിട്ട് പറയുന്നില്ല. ഇയാളാന്ന് കുണ്ടേനെ പോലെ വലിച്ചു കൊണ്ടുപോവാ. പിന്നെ രണ്ടാളെ വലിച്ചു കൊണ്ടുപോവാ. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ? എന്തൊക്കെ ചെയ്യ്?